ആ മക്കളെ ഒന്ന് സമർപ്പിച്ച് ജർമ്മൻ പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന പല ആപത്ത് പരീക്ഷകൾ എഴുതി എന്നാൽ വിജയിക്കുവാൻ കഴിയുന്നില്ല. പല തടസ്സങ്ങൾ നേരിടുന്നു. +2 പരീക്ഷകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവര്, PSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവര്, UPSC പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഒന്ന് സമർപ്പിച്ച് പല പരീക്ഷകളും അവരുടെ പരീക്ഷ വിജയിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അസാധ്യമായ അവരുടെ ആ പഠനം സമർപ്പിച്ച് ആ പഠനം സമർപ്പിച്ച് ദൈവം കടന്നു വന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്നല്ലേ ചെയ്യുക. ആ ദൈവത്തിന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ. മോശം പ്രാർത്ഥിച്ചതുപോലെ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അവർക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി കരങ്ങളുയർത്തി കണ്ണീരോട് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം ഇറങ്ങി വരുന്ന സമയം, ദൈവം മുഖാമുഖം നമ്മെ കാണുന്ന ദൈവത്തിന്റെ സമയം, മോശ ദൈവത്തെ ദൈവത്തോട് നിസ്സംഗതയുള്ളവനായി, ദൈവത്തോട് നീതിയുള്ളവനായി, ആദരിച്ചുകൊണ്ട് ദൈവം നമുക്ക് മുന്നിലായിരിക്കും. സമയം സമർപ്പിക്കാം. പലവിധമായിട്ടുള്ള പറയപ്പെടാത്ത രോഗങ്ങള്, സ്വകാര്യ രോഗങ്ങള്, മാരക രോഗങ്ങള്, മറ്റുള്ളവര് സ്വകാര്യമായിട്ട് മനസ്സിന്റെ ഉള്ളതകളിൽ അടക്കി വെച്ചിരിക്കുന്ന ആ സ്വകാര്യ രോഗാവസ്ഥകളെ സമർപ്പിച്ച് ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകാൻ ബ്രെയിൻ ട്യൂമർ കടമപ്പെട്ടവർ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് പലവിധമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഉദര സംബന്ധമായിട്ട് ഗർഭപാത്രത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് സമർപ്പിക്കാം. ആ കുഞ്ഞിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് സമർപ്പിക്കാം. ആ മാതാപിതാക്കളെ വേദനകളെ സമർപ്പിക്കാം. ഞങ്ങളെ തെറ്റാവുന്ന ജീവിത അവസരം മൂലം, ഉത്തരവാദിത്ത കുറവ് മൂലം ജോലി നഷ്ടപ്പെടുക, സ്ഥിതിയിലെത്തിയിരിക്കുന്ന ആ സഹോദരൻ നമുക്ക് സമർപ്പിച്ച് ജോലി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന സാധ്യതയിൽ തെറ്റായുള്ള ഒരു പ്രവർത്തനം കൊണ്ട് ഈ ജോലി തന്നെ നഷ്ടപ്പെട്ടു പോയത് കാരണം അവസ്ഥയിലൂടെ നിൽക്കുന്ന ആ സഹോദരൻ നമുക്ക് സമർപ്പിച്ച് കരങ്ങളുയരട്ടെ. സ്തുതികളെ ഈശോ കടന്നുപോയ വഴികളിലെ അനേകായിരങ്ങൾ അവനായി കാത്തുനിന്നു. ജീവിതത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ അവന്റെ ഹൃദയത്തോട് അടുപ്പിച്ച്, ചങ്കോട് അടുപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ആ വ്യക്തികളെ ഈശോയുടെ സാന്നിധ്യം കൊണ്ട്, ഈശോയുടെ വാക്കുകൾ കൊണ്ട്, ഈശോയുടെ സൗഖ്യപ്പെടുത്തുന്ന കരങ്ങൾ കൊണ്ട് ജീവിതത്തിലെ രോഗാവസ്ഥകൾക്ക് അടിമപ്പെട്ടവരെയൊക്കെ അവൻ ഏറ്റെടുത്തതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും ഏറ്റെടുക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോയുടെ മക്കളെ കടന്നു ചെല്ലുവാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഈശോയെ കാണുവാൻ